ഇന്ന് ഞാൻ നിന്നോട് ആരും പറയാത്ത ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പോകുന്നു. ഈ രഹസ്യങ്ങൾ കൊണ്ട് ഏതു സ്ത്രീയെയും ആകർഷിക്കാം. അപ്പോൾ ചോദ്യം ഇതാണ്, നീ എങ്ങനെ ആ പുരുഷനാകും? അവളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുക മാത്രമല്ല, അവളെ നിന്നെ തേടി വരാൻ പ്രേരിപ്പിക്കുന്ന പുരുഷൻ. ഇതിന് നിന്നെ മാറ്റിമറിക്കേണ്ട ആവശ്യമില്ല. നിന്റെ ഉള്ളിലുള്ള ഏറ്റവും നല്ല ഗുണങ്ങളെ മാത്രം പുറത്തു കൊണ്ടുവന്നാൽ മതി. ഇന്നത്തെ വീഡിയോയിൽ 10 കാര്യങ്ങൾ വിശദമായി പറയുന്നു. ഇതെല്ലാം ചെയ്താൽ പെൺകുട്ടികൾ നിന്നോട് ആകർഷിക്കപ്പെടുക മാത്രമല്ല, നിന്നെ തേടി വരികയും ചെയ്യും. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഒരു പോയിന്റ് പോലും മിസ് ആക്കരുത്. ഇനി തുടങ്ങാം. മനസ്സിനെ നിയന്ത്രിക്കുക. ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ അവളെ ഏറ്റവും ഉയരത്തിൽ വെച്ച് ആരാധിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അത് വലിയ തെറ്റാണ്. അവൾക്ക് ഇങ്ങനെ തോന്നും, ഇവൻ എന്റെ ഒരു വാക്കിനു വേണ്ടി മാത്രം ജീവിക്കുന്നു, എന്റെ മെസ്സേജിന് വേണ്ടി കാത്തിരിക്കുന്നു, എന്റെ ശ്രദ്ധയ്ക്ക് വേണ്ടി മാത്രം ശ്വാസം വിടുന്നു. അങ്ങനെ വന്നാൽ അവളുടെ ഇഷ്ടം പെട്ടെന്ന് കുറയും, ചിലപ്പോൾ പൂർണ്ണമായി തന്നെ നഷ്ടപ്പെടും. നിന്റെ ജീവിതത്തിന്റെ കേന്ദ്രം നീ തന്നെയായിരിക്കണം. ഇഷ്ടം കാണിക്കാം, പക്ഷേ അവളെ നിന്റെ സന്തോഷത്തിന്റെ ഒരേ ഒരു കാരണമാക്കരുത്. നിന്റെ ഹോബികൾ തുടരണം, അവയൊന്നും നിർത്തരുത്. സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കണം, സ്വന്തം ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ പോകണം. അവളോട് ഇതെല്ലാം കാഷ്വലായി പറയുക, അവളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ല, നിന്റെ ജീവിതം സമ്പന്നമാണ് എന്ന് കാണിക്കാൻ മാത്രം. അവൾ ഡേറ്റ് റദ്ദാക്കിയാലും മെസ്സേജിന് മറുപടി വൈകിയാലും ദേഷ്യം കാണിക്കരുത്, വിഷമം കാണിക്കരുത്. ശാന്തമായി ഓക്കേ, പ്രശ്നമില്ല എന്ന് മാത്രം പറയുക. ഈ ശാന്തത കണ്ടാൽ അവൾക്ക് തോന്നും, ഇവന്റെ ജീവിതം എന്നെ ആശ്രയിച്ചല്ല ഓടുന്നത്, ഇവൻ ധാരാളം ഓപ്ഷനുകളുണ്ട്. അപ്പോൾ അവൾ തന്നെ നിന്നെ ഒരു മൂല്യമുള്ള പുരുഷനായി കാണാൻ തുടങ്ങും. സ്വന്തം മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. എപ്പോഴും ലഭ്യനായി നിൽക്കുന്ന പുരുഷനെ ആരും ബഹുമാനിക്കില്ല. അവൾക്ക് തോന്നും, ഇവൻ ജോലിയോ ലക്ഷ്യങ്ങളോ ഒന്നും ഇല്ലേ? മടിയനാണോ? ഇവന്റെ ലോകം ഞാൻ മാത്രമാണോ? അത് വലിയ തിരിച്ചടിയാണ്. ആകർഷണം പെട്ടെന്ന് തന്നെ നശിക്കും. നിന്റെ ജോലി, ഫിറ്റ്നസ്, പുതിയ കാര്യങ്ങൾ പഠിക്കൽ, ബിസിനസ് ആശയങ്ങൾ, ഇതെല്ലാം ഒന്നാമത് വരണം. അവളെ പൂർണ്ണമായി ഉപേക്ഷിക്കരുത്, പക്ഷേ അവൾക്ക് തോന്നരുത് നിന്റെ ലോകം അവൾ മാത്രമാണ്. ജിമ്മിൽ പോകുന്നത് നിർത്തരുത്, ഓഫീസിൽ ഏറ്റവും മികച്ച പ്രകടനം കാണിക്കണം, വാരാന്ത്യത്തിൽ സുഹൃത്തുക്കളോടൊപ്പം പുറത്തു പോകണം, പുതിയ സ്കിൽ പഠിക്കാൻ സമയം മാറ്റിവെക്കണം. സത്യസന്ധതയാണ് നിന്റെ മൂല്യമെങ്കിൽ എപ്പോഴും സത്യം മാത്രം പറയുക, അത് ബുദ്ധിമുട്ടുള്ളതായാലും. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ശാന്തമായി നേരിടുക. പരാജയങ്ങൾ വന്നാലും തളർന്നു കിടക്കരുത്. അവളോട് നിന്റെ ആവേശങ്ങൾ പങ്കുവയ്ക്കുക, അവളുടേത് കേൾക്കുക, പക്ഷേ നിന്റെ ജീവിതത്തിന്റെ ഡ്രൈവർ സീറ്റിൽ എപ്പോഴും നീ തന്നെയിരിക്കുക. അപ്പോൾ അവൾക്ക് തോന്നും, ഇവനോടൊപ്പം ജീവിതം രസകരമാകും, ഇവനെ വിട്ടുകളയരുത്. മറ്റുള്ളവരുടെ അംഗീകാരം തേടാതിരിക്കുക. ഡേറ്റിൽ അവളെ എപ്പോഴും ചിരിപ്പിക്കാൻ ശ്രമിക്കുക, അവൾ പറയുന്നതിനൊക്കെ തലയാട്ടുക, അവളുടെ ഓരോ വാക്കിനും കൈയടിക്കുക. ഇതെല്ലാം ആവശ്യക്കാരന്റെ ലക്ഷണമാണ്. ഇത് സ്വന്തം ബഹുമാനം നഷ്ടപ്പെടുത്തുന്ന പെരുമാറ്റമാണ്. നീ ആരാണോ അതേപോലെ ഇരിക്കുക. അവൾ പറയുന്നതിനോട് വിയോജിപ്പ് തോന്നിയാൽ മര്യാദയോടെ പറയുക. നിന്റെ അഭിപ്രായം ശാന്തമായി പറയുക, ആവശ്യമില്ലാത്തപ്പോൾ അനാവശ്യമായി സംസാരിക്കരുത്. തന്നോട് തന്നെ ബഹുമാനമുള്ള പുരുഷനെ പെൺകുട്ടികൾ ഇഷ്ടപ്പെടും. നിന്റെ സന്തോഷം നിന്റെ ഉള്ളിൽ നിന്ന് വരണം, അവളിൽ നിന്നല്ല. നിന്റെ ജീവിതത്തിൽ സുഹൃത്തുക്കൾ, ഹോബികൾ, ലക്ഷ്യങ്ങൾ, ഇതെല്ലാം ഉണ്ടായിരിക്കണം. അവൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് കാണിക്കരുത്, നിനക്ക് സ്വന്തമായി ചിന്തിക്കാൻ കഴിയുമെന്ന് കാണിക്കുക. അപ്പോൾ അവൾക്ക് തോന്നും, ഇവനെ ഞാൻ നേടിയെടുക്കണം, ഇവൻ എളുപ്പത്തിൽ ലഭിക്കുന്നവനല്ല. നിന്നെത്തന്നെ വിലമതിക്കുക. നീ ഒരു സമ്മാനമാണ് എന്ന് ആദ്യം നീ തന്നെ വിശ്വസിക്കണം. നിന്റെ മൂല്യം മറ്റുള്ളവർ തീരുമാനിക്കുന്നതല്ല, നീ തന്നെ തീരുമാനിക്കുന്നതാണ്. ഒരു മുറിയിൽ കയറുമ്പോൾ ഞാൻ മതിയായവനാണ് എന്ന ഉറപ്പോടെ നടക്കുക, നെഞ്ചു നിവർത്തി കണ്ണിൽ നോക്കി സംസാരിക്കുക. ജോലിയിലും അങ്ങനെ, തന്നെ വിലമതിക്കുന്നവൻ മികച്ച പ്രകടനം കാണിക്കും, പെട്ടെന്ന് മുകളിൽ എത്തും. ബന്ധങ്ങളിലും അങ്ങനെ, നിന്നെ മാനിക്കുന്നവർക്ക് മാത്രം നിന്നെ ലഭിക്കൂ എന്ന് കാണിക്കുക. ഇത് അഹങ്കാരമല്ല, ആരോഗ്യകരമായ ആത്മാഭിമാനമാണ്. നിന്റെ ശരീരം, മനസ്സ്, കഴിവുകൾ, ഇതെല്ലാം നല്ല രീതിയിൽ പരിപാലിക്കുക. പുതിയ വസ്ത്രങ്ങൾ വാങ്ങുക, ഫിറ്റ്നസ് നിലനിർത്തുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ മറ്റുള്ളവരും നിന്നെ അങ്ങനെ തന്നെ കാണും. അവൾക്ക് തോന്നും, ഇവനെ നഷ്ടപ്പെടുത്തരുത്. തീരുമാനങ്ങൾ ഉറപ്പോടെ എടുക്കുക. ഡേറ്റിന് പോകുമ്പോൾ എവിടെ പോകണം എന്ന് ആലോചിച്ച് സമയം കളയരുത്. നല്ലൊരു റെസ്റ്റോറന്റ് മുൻകൂട്ടി തിരഞ്ഞെടുക്കുക, നാളെ ഇവിടെ പോകാം, നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണമുണ്ട് എന്ന് ഉറപ്പോടെ പറയുക.
സിനിമ കാണാൻ പോകുമ്പോൾ ഏത് സിനിമ കാണണം എന്ന് ചോദിക്കാതെ നല്ലൊരു സിനിമ തിരഞ്ഞെടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. പെൺകുട്ടികൾക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന പുരുഷനെ ഇഷ്ടമാണ്. അവർക്ക് സുരക്ഷിതത്വം തോന്നും, ജീവിതത്തിൽ ഒരു ദിശ കാണും. നീ എപ്പോഴും ആലോചിച്ച് നിൽക്കുന്നവനാണെങ്കിൽ അവൾക്ക് തോന്നും, ഇവനെ ആശ്രയിച്ച് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ നീ ഉറപ്പോടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവൾക്ക് ബഹുമാനം കൂടും, അവൾ തന്നെ നിന്നെ പിന്തുടരും. ചെറിയ ഉപകാരങ്ങൾ ചോദിക്കുക. ഒരു ചെറിയ ഉപകാരം ചോദിച്ചാൽ അവൾക്ക് നിന്നോട് കൂടുതൽ ഇഷ്ടം തോന്നും. നല്ലൊരു പുസ്തകം പറഞ്ഞുതരാമോ? ഈ 2 ഷർട്ടിൽ ഏതാ നല്ലത്? ഈ കോഫി ഷോപ്പിൽ നിനക്ക് ഏതാ പ്രിയപ്പെട്ട ഫ്ലേവർ? ഇങ്ങനെ ചോദിക്കുക. അവൾ നിന്നിൽ ഒരു ചെറിയ നിക്ഷേപം നടത്തി എന്ന് തോന്നും. പക്ഷേ ഇത് അമിതമാക്കരുത്. എപ്പോഴും ഉപകാരം ചോദിച്ചാൽ അവൾക്ക് തോന്നും, ഇവൻ ഒന്നും സ്വന്തമായി ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ചോദിക്കുക. അവൾ പുസ്തകം പറഞ്ഞാൽ നീ അവൾക്ക് ഒരു നല്ല സിനിമയോ ഗാനമോ തിരിച്ചു പറഞ്ഞു കൊടുക്കുക. ഇത് ബന്ധത്തിൽ ഒരു നല്ല ബാലൻസ് ഉണ്ടാക്കും. അവൾക്ക് തോന്നും, ഇവനോട് ഞാൻ കൂടുതൽ അടുക്കണം. ആഴമുള്ള സംഭാഷണങ്ങൾ നടത്തുക. നിന്റെ ജോലി എന്താണ്? എവിടെയാണ് താമസം? എന്നതിനപ്പുറം പോകുക. നിന്നെ ഈ ജോലിയിലേക്ക് എത്തിച്ചത് എന്താണ്? കുട്ടിക്കാലത്ത് ഏറ്റവും ഓർമ്മയുള്ള നിമിഷം ഏത്? നിന്നെ ഇങ്ങനെ രൂപപ്പെടുത്തിയ സംഭവം ഏത്? നിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? ഇങ്ങനെ ചോദിക്കുക. അവൾ തുറന്ന് സംസാരിക്കും, അവളുടെ ഉള്ളിലെ കഥകൾ പുറത്തുവരും. നീ ശരിക്കും കേൾക്കുന്നു, അവളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നു എന്ന് അവൾക്ക് തോന്നും. ഉപരിപ്ലവമായ സംസാരങ്ങൾ മാത്രം നടത്തുന്നവരിൽ നിന്ന് നീ വ്യത്യസ്തനാകും. അവൾക്ക് തോന്നും, ഇവനെങ്കിലും എന്നെ ശരിക്കും മനസ്സിലാക്കുന്നു. അത് വലിയ ആകർഷണമാണ്. അവൾ തന്നെ കൂടുതൽ സമയം നിന്നോടൊപ്പം ചെലവഴിക്കാൻ ആഗ്രഹിക്കും. നല്ല രീതിയിൽ സംസാരിക്കുക. എല്ലാം അംഗീകരിക്കാതെ സ്വന്തം അഭിപ്രായം ശാന്തമായി പറയുക. പാർട്ടിയിൽ എല്ലാവരും പാരീസിനെ പുകഴ്ത്തിയാൽ നിനക്ക് ലോസ് ഏഞ്ചൽസ് ഇഷ്ടമാണെങ്കിൽ അത് പറയുക, കാരണവും വിശദീകരിക്കുക. സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് മാത്രം പറയാതെ കഥയിലെ ഏത് ഭാഗമാണ് നിന്നെ ചിന്തിപ്പിച്ചത് എന്ന് പറയുക. ആവശ്യത്തിന് സംസാരിക്കുക, ബാക്കി സമയം ശ്രദ്ധയോടെ കേൾക്കുക. കണ്ണിൽ നോക്കി സംസാരിക്കുക, പുഞ്ചിരിക്കുക, നല്ല ചോദ്യങ്ങൾ ചോദിക്കുക. അനാവശ്യ വർത്തമാനം, പഴങ്കഥകൾ, ആരെയെങ്കിലും കുറ്റം പറയുന്നത്, ഇതെല്ലാം ഒഴിവാക്കുക. നല്ല സംസാരം ബഹുമാനവും ആകർഷണവും ഉണ്ടാക്കും. അവൾക്ക് നിന്നോട് എപ്പോഴും സംസാരിക്കാൻ ഇഷ്ടം തോന്നും. ഒരു ചെറിയ നിഗൂഢത കാണിക്കുക. നിന്റെ ജീവിതത്തിലെ എല്ലാം ആദ്യ ദിവസം തന്നെ പറഞ്ഞു തീർക്കരുത്. ചിലതൊക്കെ പറഞ്ഞ് പാതി വഴിയിൽ നിർത്തുക. എനിക്കൊരു ഹോബി ഉണ്ട്, പക്ഷേ ഇപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞു ചിരിക്കുക. നിന്റെ പെയിന്റിംഗ്, എഴുത്ത്, യാത്രകൾ, പഴയ സാഹസങ്ങൾ എല്ലാം പതിയെ പതിയെ തുറന്നു കാണിക്കുക. നിന്റെ ജീവിതം സമ്പന്നമാണ്, നിന്റെ സന്തോഷം അവളെ ആശ്രയിച്ചല്ല എന്ന് അവൾ മനസ്സിലാക്കും. അവൾക്ക് ബാക്കി കാര്യങ്ങൾ അറിയാൻ ആഗ്രഹം തോന്നും. അവൾ തന്നെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കും, കൂടുതൽ സമയം നിന്നോടൊപ്പം ഇരിക്കും. ക്ഷമ കാണിക്കുക. ഏറ്റവും വലിയ ആകർഷണം ക്ഷമയാണ്. സംസാരത്തിൽ ധൃതി കാണിക്കരുത്, മറുപടി വൈകിയാൽ ദേഷ്യം കാണിക്കരുത്, ബന്ധം തിടുക്കപ്പെട്ട് വേണമെന്ന് നിർബന്ധിക്കരുത്. പ്രശ്നം വന്നാൽ ശാന്തമായി ചിന്തിച്ച് മറുപടി പറയുക. എല്ലാം ഉടനടി വേണമെന്ന് കാണിക്കരുത്. അവൾ തയ്യാറാകാൻ സമയം കൊടുക്കുക. ക്ഷമയുള്ള പുരുഷനെ കണ്ടാൽ പെൺകുട്ടികൾക്ക് തോന്നും, ഇവന്റെ അടുത്ത് ഞാൻ സുരക്ഷിതയാണ്, ഇവനെ വിട്ടുകളയരുത്. ഈ ക്ഷമ നിന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കും. അവൾ തന്നെ നിന്നെ പിന്തുടരും. ഈ 10 കാര്യങ്ങൾ ജീവിതത്തിൽ പരിശീലിച്ചാൽ നിന്റെ ജീവിതവും ബന്ധങ്ങളും മാറും. പെൺകുട്ടികൾ നിന്നെ ശ്രദ്ധിക്കുക മാത്രമല്ല, നിന്നെ തേടിവരും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കമന്റിൽ ഞാൻ ഇന്ന് തുടങ്ങുന്നു എന്നെഴുതുക. നിങ്ങളുടെ മികച്ച ഒരു പതിപ്പാവാൻ ശ്രമിക്കൂ. അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം.